ഇനി സമയം സമാഗതമായി, മണവാളൻ വരാൻ പോണു. അതെ, പഴയ നിയമം മാറി പുതിയ നിയമം വരാൻ പോണു. ഇയാൾക്ക് ആ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇസ്രായേലിൻ്റെ ആശ്വാസത്തെ. അപ്പോൾ മറ്റുള്ളവരെല്ലാം വിചാരിച്ചിരുന്നത് ഒരു പുതിയ രാജാവ് വരുമെന്ന് പറഞ്ഞാൽ ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ ഈ കഠിനമായ രാജ്യത്വത്തിൽ നിന്ന് വിട്ട് നമ്മുടേതായ ഒരു പുതിയ പാർട്ടിയും പൊളിറ്റിക്കൽ കിങ്ഡം എന്നാണ് വിചാരിച്ചിരുന്നത്. അതിനാണ് കൂടുതൽ പ്രസക്തി ആ കാലത്തുണ്ടായിരുന്നത്. രാജാവ്, ഇസ്രായേലിന് പുതിയ രാജാവ് വരാൻ പോകും. അപ്പോൾ പണ്ട് സോളമനും ദാവീദും ഒക്കെ ഉണ്ടായിരുന്ന മാതിരത്തെ ഒരു കാലം നമുക്ക് വരണം. നമ്മൾ ഇനി ഈ റോമാ രാജാവിൻ്റെ അകമ്പടിയിൽ നിന്ന് വിടണം. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് കൂടുതൽ ഊന്നലങ്ങ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ യോഹന്നാൻ മൗന്താനയ്ക്ക് ഒരു ചെറിയ മനപ്രയാസമായി. യോഹന്നാൻ മൗന്താനയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഇവൻ തന്നെയാണ് രാജാവെന്നും ഇത് ഒരു ഭൗതികമായ രാജ്യത്വമല്ല എന്നും അറിയാം. പക്ഷേ എങ്കിലും ഈ സമൂഹത്തിൽ മുഴുവനും ഉള്ള ചിന്ത ഒരു പുതിയ മിനിസ്ട്രി, ഒരു പുതിയ മന്ത്രിസഭ, ഒരു പുതിയ കിങ്ഡമൊക്കെ ഉണ്ടാകാൻ പോകാന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ആളെ അയച്ച് ചോദിച്ചത്, നീ തന്നെയാണോ വരാനിരിക്കുന്നവൻ എന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? എനിവേ, അപ്പം ഇവിടെ ശിമയോനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ കാണും. അങ്ങനെ ഇരിക്കെ ശിമയോനോട് വീണ്ടും പരിശുദ്ധാത്മാവ് പറയണ്ടേ, ഇപ്പം ചെന്നോ, വേഗം ചെന്നോ, അവിടെ വന്നിട്ടുണ്ട് ആള്. ആ സാഹചര്യത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശിമയോനോടി ദേവാലയം, ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞാൽ ഒരു ബൃഹത്തായ സംഭവമാണ്. അവിടെ എത്ര ആയിരം ജനങ്ങൾ ഇതിനകത്ത് എവിടെയാണ് ഈ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കണേ? ഇപ്പം നാടകീയമായിട്ട് എന്ന് പറഞ്ഞൊരു കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടപ്പോഴേ ഇവനാണ്. ആ കരച്ചിലിൻ്റെ വശത്തേക്ക് ചെന്നു, ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. എങ്ങനെ ഇയാൾക്ക് മനസ്സിലായി? ഞാനിതാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെ ഇയാൾക്ക് മനസ്സിലായി? ഈ കുഞ്ഞിൻ്റെ വല്ല ബ്ലഡ് റിപ്പോർട്ടോ ഈ കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റി കടലാസ് ഒട്ടിച്ച് വെച്ചിട്ടാണോ കൊടുത്തിട്ടാണോ മനസ്സിലായത്? ഇതാണ് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ പരിശുദ്ധാത്മാവ് തന്നെയാണോ നമ്മുടെ അകത്തുള്ളത്? ആശ്വാസമായില്ലേ? ഇനി ഒന്ന് വായിച്ചേ. പരിശുദ്ധാത്മാവ് ശിമിയോന് കൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടിയുള്ള അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. എൻ്റെ കണ്ണുകൾ കണ്ടു. എന്ത് കണ്ടു? അപ്പോൾ അയാള് ഇങ്ങനെ വിചാരിച്ചോ, ഇത് കുറേ പേരൊക്കെ നരകത്തിൽ പോവും, ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണെന്ന് വിചാരിച്ചോ? നമ്മുടെ ഈ വിചാരമാണ് പ്രധാനമായിട്ട് മാറേണ്ടത്. അവനൊക്കെ സ്വർഗത്തിൽ കയറ്റാൻ കൊള്ളുമോ? ഇങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കണേ, നമ്മൾ ക്രിസ്ത്യാനി അല്ല. കാരണം ക്രിസ്തു ഇത്രയും ലോകം മുഴുവനെയും സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളതിനെ അങ്ങ് ലിമിറ്റ് ചെയ്ത് അതിനെ ഒരു നയാ പൈസയുടെ ആക്കി കളഞ്ഞു.
കുറച്ച് ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോണ കുറേ പേര് സ്വർഗത്തിൽ പോകും, ബാക്കിയുള്ളവരൊന്നും പോവില്ല. ഈ ശിമയോൻ ക്രിസ്ത്യാനി ആയിരുന്നോ? ക്രിസ്ത്യാനി അല്ലല്ലോ, അയാൾ യഹൂദനാണ്. അയാൾ പഴയ നിയമത്തിൻ്റെ വക്താവാണ്. അയാളോട് കർത്താവ് പരിശുദ്ധാത്മാവ് അയാൾ പരിശുദ്ധാത്മാവിൽ പ്രേരിതനായിട്ട് പറഞ്ഞത് എന്താണ്? ലോകം മുഴുവനെയും രക്ഷയ്ക്കുള്ള, സകല ജനങ്ങളുടെയും രക്ഷയ്ക്കുള്ള രക്ഷകനെ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അന്ന് ഈ യഹൂദരെല്ലാം വിചാരിച്ചിരുന്നത് യഹൂദർക്ക് മാത്രം ഉള്ള രക്ഷകനാ വരണേന്നാണ്. സകല ജനങ്ങൾക്കും, വായിച്ചൊന്നുകൂടിയത്, സകല ജനതകൾക്കും വേണ്ടി, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. വായിച്ചോളൂ അടുത്തത്. അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശമുണ്ടോ? വിജാതിയർക്ക് എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്ത എല്ലാ ജാതിക്കാർക്കും വെളിപാടിൻ്റെ പ്രകാശമാണ്. അവർക്ക് ഈ യേശു തന്നെ ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കും. അതാണ് പുതിയ നിയമത്തിൻ്റെ ഒരു രഹസ്യം. പഴയ നിയമത്തിൽ അങ്ങനെയില്ല. അതാണ് എബ്രായർ നേരത്തെ നമ്മൾ വായിച്ചതിൽ പറയുന്നുണ്ട്, ആരും പഠിപ്പിക്കേണ്ടതില്ല. ഇപ്പം എന്നെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്? എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഞാനൊരു ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. ഞാൻ കാര്യമായിട്ട് ധ്യാനങ്ങളും കൂടിയിട്ടില്ല. ധ്യാനം കൂടണ്ടെന്നല്ല പറയണം, ഞാൻ പരിശുദ്ധാത്മാവ് തന്നെ. പക്ഷെ ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ടുണ്ട്. ഫ്ലൈറ്റിലിരിക്കുമ്പോഴും റെയിൽവേ സ്റ്റേഷനിലിരിക്കുമ്പോഴും യാത്ര മധ്യത്തിലെല്ലാം ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതാണ് ഈ ശിമയോൻ വെറുതെ ഇരുന്നപ്പോൾ പറയുന്നത്, പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു. ആ പരിശുദ്ധാത്മാവ് ശിമയോനിലൂടെ പറയാണ്, സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. My eyes have seen the salvation which he has prepared for all nations. ഇത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന് മഹിമയുമാണ്. രണ്ടുപേർക്കും വെളിപാട് തന്നെയാ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ. ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിലും നമ്മളിപ്പോഴും പഴയ നിയമത്തിനെ എന്തോ കാരണം വെച്ചാൽ ആ പഴയ നിയമത്തിൻ്റെ വെട്ടിൽ കിടക്കുകയാണ്. ആ മണവാളൻ വന്നിട്ടും മണവാളൻ്റെ ആ പഴയ പടം നോക്കിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പുതിയ ഉടമ്പടി രജിസ്റ്റർ ആക്കിയിട്ടും ഉൺഗുൾട്ടിക് എന്ന് പറഞ്ഞാൽ അൺവാലിഡ് എന്ന് വലിയ അക്ഷരത്തിൽ ഇങ്ങനെ ഡയഗണലായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇല്ലേ? ആ പഴയ വിൽപത്രം അൺവാലിഡ് എന്ന് എഴുതി സ്റ്റാമ്പ് അടിച്ചേക്കണ അതും കഷത്തിൽ വെച്ചുകൊണ്ട് നടക്കാണ്. ഇത് എൻ്റെ അപ്പൻ ആദ്യം ഉണ്ടാക്കിയ വിൽപത്രമാണ്. ഈ മൗനതയിൽ എന്തോ നടക്കുന്നുണ്ട് ഇല്ലേ? ഒരു സഹോദരി നമ്മുടെ യൂട്യൂബിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക്, എൻ്റെ ബ്രദറെ, എൻ്റെ തലച്ചോറ് മാറ്റിവെച്ച മാതിരിയാണ് തോന്നണേ. ഇപ്പോൾ എൻ്റെ തലച്ചോറ് മുഴുവനും മാറ്റിവെച്ചു. എന്തെല്ലാം ചിന്തിച്ചിരുന്നു, എന്തോരം ഭയന്ന് വിറച്ചിരുന്നു. ഇപ്പോൾ ഭയമേ ഇല്ല. ദൈവം ഇത്രയും സ്നേഹമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സ്നേഹമാണ്, സ്നേഹം മാത്രമാണ് ദൈവം, സ്നേഹം മാത്രമാണ്. ഏതുപോലെ ഈ പ്രകാശിച്ച് നിൽക്കുന്ന ഈ ലൈറ്റിലേക്ക് എനിക്ക് നോക്കാൻ പോലും പറ്റണില്ല. അതിൽ നിന്ന് അന്ധകാരം വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്ന് അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രകാശത്തിൽ നിന്ന്
അന്ധകാരം വരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും പ്രകാശം, അന്ധകാരം, ഇത് രണ്ടും ബൈബിളിൻ്റെ ആരംഭം മുതലുണ്ട്. പ്രകാശം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അന്ധകാരം പോയി. അന്ധകാരം പോയി. ഇനി നമ്മൾ അന്ധകാരം വീണ്ടും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? ഓക്കെ, അപ്പോൾ ഈ ജനറലായിട്ട് ഒരു കോംപ്രിഹെൻസീവായിട്ട് എന്താ അതിന് പറയുക, ഒരു ഓവർവ്യൂ പോലെ സാരാംശമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പുതിയ നിയമം, പുതിയ ഉടമ്പടി വന്നതോടെ പഴയ ഉടമ്പടി കാലഹരണപ്പെട്ടു പോയിരിക്കുന്നുവെന്നും അതാണ് ഈശോ തൻ്റെ രക്തം എടുത്തുകൊണ്ട് പറയുകയാണ്. കുഞ്ഞാടിൻ്റെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിലായിരുന്നു പഴയ ഉടമ്പടി, ഇല്ലേ? അതിൽ നിന്നും യേശു തൻ്റെ രക്തം എടുത്തുകൊണ്ട് പറയാണ്, ഇതാണ് നവീനവും സനാതനവുമായ പുതിയ ഉടമ്പടി. ഇത് നിങ്ങളുടെ പാപമോചനത്തിനായി ഞാൻ നൽകുന്നു. ഈ പുതിയ ഉടമ്പടിയിലൂടെ പാപമോചനം ഓട്ടോമാറ്റിക്കാണത്, ഓട്ടോമാറ്റിക്. പഴയ ഉടമ്പടിയിൽ കുഞ്ഞാടിൻ്റെയും കാളക്കിടാങ്ങളുടെയും രക്തം തെളിക്കുന്നതിലൂടെ പാപമോചനം കിട്ടുന്നില്ല. അത് വരാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ ഒരു സൂചന മാത്രമാണത്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. सबके मालिक यीशु भगवान, सबके मालिक यीशु भगवान, तुझको धन्यवाद जो दिल का मेहमान. ठरके लगन मत मगन नाम सुमर ले, ठरके लगन मत मगन नाम सुमर ले, बुला के प्यार से दिल में बसा ले, बुला के प्यार से दिल में बसा ले. प्यारे यीशु को पास बुला ले, बुला के प्यार से. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു 5 മിനിറ്റ് ഇൻ്റർവെൽ വേണോ? ഒരു 5 മിനിറ്റ് ഇൻ്റർവെൽ, പെട്ടെന്ന് ഒരു ഇൻ്റർവെൽ എടുത്തിട്ട് വേഗം വായു. അതാണ് എനിക്ക് ക്ലാസ് വരുന്നില്ല, എന്താണെന്ന് നോക്കിയപ്പോഴാണ് സമയമായി. വേഗം ആവട്ടെ.